नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 34. ഗോപിമാരുടെ വിരഹാനുഭൂതികൾ. പേജ് നമ്പർ 329. യമുനാ തീരത്തുകൂടി നടക്കുമ്പോൾ കൃഷ്ണൻ നെറ്റിയിൽ തിലകമണിഞ്ഞിരുന്നു. കാട്ടിലെ വിവിധ പുഷ്പങ്ങൾ കൊരുത്ത മാലയും ധരിച്ചിരുന്നു. ദേഹമാകെ ചന്ദനദ്രവ്യവും തുളസിപ്പൂവും കൊണ്ടലങ്കൃതമായിരുന്നു. മധുരം നിറഞ്ഞ മധുവിൻ്റെ പിമ്പെ ഭ്രാന്തെടുത്തു പരക്കം പായുകയായിരുന്നു മധുമക്ഷികൾ. മൂളിപ്പായുന്ന വണ്ടിൻ നിരകളിൽ സന്തുഷ്ടനായ കൃഷ്ണൻ തൻ്റെ മുരളിയിൽ മധുരഗാനം ആലപിക്കുമ്പോൾ രണ്ടു നാദങ്ങളും ഇടകലർന്ന് കേൾവിക്ക് ഇമ്പം പകർന്നപ്പോൾ ജലജീവികളായ അരയന്നങ്ങളും കൊക്കുകളും താറാവുകളുമെല്ലാം തികച്ചും വശീകരിക്കപ്പെട്ടുപോയി. അവ നീന്താനും പറക്കാനും മറന്ന് സ്തബ്ധരായി. അവ കണ്ണടച്ച് കൃഷ്ണധ്യാനത്തിൽ മുഴുകിപ്പോയി. അപ്പോൾ ഒരു ഗോപി പറഞ്ഞു, കൂട്ടുകാരി, കൃഷ്ണനും ബലരാമനും ഭംഗിയായി കർണാഭരണങ്ങൾ അണിഞ്ഞിരുന്നു. അവർ ഗോവർദ്ധന പർവ്വതത്തിൽ മേളിക്കുകയായിരുന്നു. കൃഷ്ണൻ്റെ വേണുഗാനത്തിൽ സർവ്വതും അതീന്ദ്രിയാനന്ദത്തിൽ മുഴുകുകയായിരുന്നു. പ്രപഞ്ച പ്രത്യക്ഷത്തിലുള്ള എല്ലാറ്റിനെയും ആ ഗാനം വശീകരിച്ചിരുന്നു. അപ്പോൾ മേഘഗർജനം അദ്ദേഹത്തെ ഭയന്നു പെട്ടെന്നു നിലച്ചുപോയി. വേണുനാദത്തിനു തടസ്സം വരുത്തുന്നതിനു പകരം അവ സുഹൃത്തായ കൃഷ്ണനെ അഭിനന്ദിക്കുകയും ചെയ്തു. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ മേഘവും കൃഷ്ണനും അവർക്കു സംതൃപ്തിയരുളാനെത്തുന്നത് കൊണ്ടാണ് കൃഷ്ണനെ മേഘത്തിൻ്റെ സുഹൃത്തായി കണക്കാക്കുന്നത്. അസഹനീയമായ ചൂടുമൂലം ആളുകൾ വെന്തുരുകുമ്പോൾ മഴയുമായി പറന്നുവന്ന് മേഘം അവർക്കു സംതൃപ്തിയരുളുന്നു. അതുപോലെ ഭൗതിക വേദനയുടെ ജ്വലിക്കുന്ന അഗ്നിയിൽ മനുഷ്യജീവിതത്തിൻ്റെ താളം തെറ്റുമ്പോൾ കൃഷ്ണൻ അവർക്കാശ്വാസമരുളുന്നു. ഇരുവരുടെയും, അതായത് കൃഷ്ണൻ്റെയും മേഘത്തിൻ്റെയും നിറം ഒന്നു തന്നെയായതുകൊണ്ടും അവർ സുഹൃത്തുക്കളായി കരുതപ്പെടുന്നു. തൻ്റെ ശ്രേഷ്ഠ സുഹൃത്തിനെ അനുമോദിക്കാൻ മേഘം മഴ പൊഴിക്കാതെ നിന്നു. പകരം പൊള്ളുന്ന ചൂടിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായി അദ്ദേഹത്തിൻ്റെ ശിരസ് പൂക്കൾ കൊണ്ടു മൂടി. മറ്റൊരു ഗോപി യശോദാമാതാവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മേ,
ഗോപബാലന്മാരിൽ എല്ലാം കൊണ്ടും സമർത്ഥനാണ് അവിടുത്തെ പുത്രൻ. പശുക്കളെ മേയ്ക്കുക, ഓടക്കുഴൽ വായിക്കുക തുടങ്ങിയ എല്ലാ കലകളിലും അവൻ വിദഗ്ധനാണ്. സ്വന്തമായി ഗാനം രചിക്കുകയും അവ വേണുവിൽ ആവിഷ്കരിക്കുകയും ചെയ്യും. പ്രഭാതത്തിലോ സായാഹ്നത്തിലോ അവൻ വേണുവൂതുമ്പോൾ തികഞ്ഞ ശ്രദ്ധയോടെ ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ മുതലായ ദേവന്മാർ കേട്ടുകൊണ്ടിരിക്കും. അവരൊക്കെ ജ്ഞാനികളും വിദഗ്ധരുമാണെങ്കിലും കൃഷ്ണൻ്റെ വേണുഗാനത്തിൻ്റെ ആവിഷ്കരണ സമ്പ്രദായം മനസ്സിലാക്കാൻ അവർക്കു കഴിയുന്നില്ല. അവർ ശ്രദ്ധാപൂർവം കേട്ട് അത് മനസ്സിലാക്കാൻ നോക്കും. പക്ഷേ അന്താളിച്ചു നിൽക്കാനല്ലാതെ മറ്റൊന്നിനും അവർക്കാവില്ല. ഹരേ കൃഷ്ണ.